ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റാൻഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അതിൽ ഗോൾഡൻ വയറാണ്. ഗോൾഡൻ വയർ എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലവർ കിട്ടുന്ന കമ്പിയാണ്. അത് ഫാൻസി സെൻറ്ററുകളിൽ ചോദിച്ചാൽ കിട്ടും, നല്ല നീളത്തിലുള്ള. അല്ലെങ്കിൽ ഹോൾസെയിൽ കടയിൽ ഞാൻ 79 രൂപയ്ക്ക് ഒരു പിടി ഒരുപാട് അതിൽ കമ്പിയുണ്ട്, അങ്ങനെ വാങ്ങിച്ചാലും മതി. അപ്പോൾ നമുക്ക് യഥേഷ്ടം നമുക്ക് കുറേ ഫ്ലവേഴ്സും അതുപോലെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ഒരു സ്റ്റാൻഡിന് വേണ്ടി സിമ്പിളായിട്ട് ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ലളിതമായിട്ടുള്ളൊരു രീതി തന്നെയാണ്. എൻ്റെ ഒരു വിളക്ക് ഇത് ദീപാവലിക്ക് ചെയ്യണമെന്ന് വെച്ചതായിരുന്നു. അപ്പം അത് എനിക്ക് അന്ന് ചെയ്യാൻ പറ്റിയില്ല. അതിന് ശേഷമാണ് ഞാനിത് ചെയ്തത്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട്. അതായത് 8 കമ്പിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഒരു 10 കമ്പിയോ 12 കമ്പിയോ വെച്ച് നമുക്കൊന്നും കൂടി ടൈറ്റ് ആക്കാം. ഉണ്ടല്ലേ, ഇതുപോലെ നമ്മൾ 79 രൂപയാണ് അത്രയും കമ്പിക്ക് ഹോൾസെയിൽ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. കണ്ടില്ലേ, ഇത് കമ്പി എടുത്ത് രണ്ടായിട്ട് മടക്കി, ഇത് 8 കമ്പിയുണ്ട്, രണ്ടായിട്ട് മടക്കി ഒരു സ്പൂണിൻ്റെ ഷേപ്പിലാണ് ആ ഒരു വിളക്ക്, അതായത് മൺചട്ടി അതിൽ ഒട്ടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ കെട്ടിയോ ഒന്നും വെച്ചിട്ടില്ല. സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്, കാരണം കമ്പി നമ്മുടെ ഈ കൈക്ക് യഥേഷ്ടമായിട്ട് അത് വളച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 3 വിളക്ക് വെക്കത്തക്ക വിധത്തിലുള്ളൊരു കുഞ്ഞ് സ്റ്റാൻഡാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 8 കമ്പി, അതായത് 3 ചട്ടികൾ വയ്ക്കാനായിട്ട് 8 കമ്പി വെച്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു 20 കമ്പി, ഇതിപ്പോൾ എല്ലാം കൂടി 32 കമ്പിയുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിന് 15 കമ്പി വെച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 ചട്ടി വേണമെങ്കിലും അതിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. കാരണം ഈ ഒരു കുഞ്ഞു കുഞ്ഞു ചട്ടിയാണ്. ഇതുപോലത്തെ സ്റ്റീൽ ചട്ടികളും വാങ്ങിക്കാൻ കിട്ടും, മെഴുകുതിരി ഒഴിക്കിയത്. ഇത് എണ്ണ ഒഴിക്കുന്ന ചട്ടി തന്നെയാണ് കിട്ടിയത്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് കണ്ടില്ലേ. അത് നല്ലതുപോലെ പിരിച്ച് അത് രണ്ടായിട്ട് മടക്കി ആ കമ്പീനെ നല്ലതുപോലെ പിരിച്ചെടുക്കുകയാണ്. പിരിച്ചിട്ട് ഏറ്റവും ആ ഒരു വളഞ്ഞിരിക്കുന്ന ഭാഗവും നമുക്ക് വേണ്ടുന്നത്. അത് 8 കമ്പികളിൽ ഓരോ കമ്പിയും പതുക്കെ സ്റ്റാൻഡായി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് നമ്മളത് പറയത്തില്ല, ഇത്രയും എളുപ്പമുള്ള ഒരു സ്റ്റാൻഡാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. മോന് ഇങ്ങനെ നിന്ന് കറക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. അവർ കണ്ടില്ലേ സ്റ്റാൻഡ്, നമ്മൾ ഓരോ സ്റ്റാൻഡ്, ഞാനിപ്പോൾ ഓരോ സ്റ്റാൻഡും ചെയ്തിട്ട് അത് ഒരുമിച്ച് വെച്ചാണ് അവസാനം കെട്ടി വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, അത് കണ്ടില്ലേ, ഒരു 8 കമ്പിയും പിരുത്ത് വെച്ച് വെറുതെ അതിൽ ആ ഒരു ചട്ടി എടുത്ത് വെച്ചതേ ഉള്ളൂ, അതിൽ ഉൾക്കൊണ്ട് അത് ഇരുന്നെന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ഇത് ഇങ്ങനെ നമുക്ക് ആ ഒരു സ്റ്റാൻഡിൽ ഈ ഒരു ചട്ടി ഇരിക്കുമെന്ന് കരുതിയില്ല. അഥവാ ഇരുന്നില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തത് ഇരുത്തണമെന്നേ കരുതിയുള്ളൂ. പക്ഷേ വെറുതെ എടുത്ത് വെച്ചതേ ഉള്ളൂ, അതുപോലെ തന്നെ ഇരുന്ന്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ കമ്പി ഉള്ളതുകൊണ്ട് അതൊരു സ്റ്റാൻഡ് തന്നെ ആക്കിയെടുക്കാമെന്ന് ഞാൻ കരുതി. കണ്ടില്ലേ, 8 കമ്പിയും കറക്റ്റ് മദ്യം കൊണ്ട് വളച്ചെടുത്ത് അതിനെ നല്ല രീതിയിൽ പിരിച്ച് വെച്ച് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം ഒരു സ്പൂണിൻ്റെ ഷേപ്പിലാണ്. എന്നിട്ട് ഓരോ കമ്പിയും കണ്ടില്ലേ ഒരു സ്പൂണിൻ്റെ ഷേപ്പ്, അതായത് ആ ഒരു വളഞ്ഞിരിക്കുന്ന ഭാഗം കുറച്ച് ഉയർന്ന് തന്നെ ഇരുന്നാലേ ഈ ഒരു ചട്ടി താഴോട്ട് അമർന്നിരിക്കുകയുള്ളൂ. കണ്ടില്ലേ, ആ ഒരു ചട്ടി ആ ഒരു കമ്പിയിൽ അമർന്നിരിക്കണമെങ്കിൽ കുറച്ച് ഉയർന്ന വളച്ച് തന്നെ വെക്കണം. ഒരു സ്പൂണിൻ്റെ കണക്കത് വളച്ച് തന്നെ വെക്കണം. അങ്ങനെ വളച്ച് വെച്ചാലേ ആ ഒരു ചട്ടി അതിൽ നല്ല യഥേഷ്ടം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് അമർത്തി പിടിച്ചാൽ ആ ഒരു കമ്പി ആ ഒരു ചട്ടിയുടെ ഒരു ഷേപ്പ് അനുസരിച്ച് തന്നെ വളഞ്ഞു. കാരണം കമ്പി അത്രയും നമ്മൾ യഥേഷ്ടം നമുക്കത് വളച്ചെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കമ്പി എന്ന് പറയുന്നത്. ഇത് ഫ്ലവർ മേക്കിംഗ് ചെയ്യുന്ന കമ്പിയാണ്. ഫാൻസി സെൻറ്ററുകളിൽ ചോദിച്ചാൽ മതി. ചിന്നക്കട, കൊല്ലത്ത് ചിന്നക്കട ഹോൾസെയിലും കടയിൽ നമുക്ക് കിട്ടും. ധന്യ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ആ ചിന്നക്കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു കമ്പി. നല്ല നീളമുണ്ട്, ഒരു കമ്പിക്ക് 2 രൂപ വെച്ചുള്ളതായിരുന്നു. കണ്ടില്ലേ, അപ്പോൾ 2 ചട്ടി ആ ഒരു കമ്പിയിൽ സ്റ്റാൻഡായി കഴിഞ്ഞു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിൽ ഫെവിബോണ്ടോ അല്ലെങ്കിൽ B7000 ഒരു ഗമ്മ് കൊണ്ട് ഒട്ടിച്ചിട്ടില്ല. വെറുതെ ആ ഒരു കമ്പി പിരുത്ത് വെച്ച് ചട്ടിയിൽ അത് അറേഞ്ച് ചെയ്ത് വെച്ച് ആ ഒരു വളഞ്ഞ ഒരു സ്പൂണിൻ്റെ ഷേപ്പ്, ആ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ട. സാധാ ഒരു ലെവലിലല്ല അത് ഇരുത്തിയിരിക്കുന്നത്, സ്പൂണിൻ്റെ ഷേപ്പിൽ തന്നെ വെച്ചാലേ ആ ഒരു ചട്ടി ആ കുഴിയിലോട്ട് ചെറിയൊരു കുഴിയുടെ രൂപത്തിൽ ആക്കി ആ ഒരു ചട്ടി അതിലോട്ട് വെക്കാൻ, എങ്കിൽ മാത്രമേ ആ ചട്ടി അതിലിരിക്കൂ.
സ്ട്രെയിറ്റ് സ്റ്റാൻഡായിട്ടല്ല ക്രിയേറ്റ് ചെയ്യേണ്ട. കണ്ടില്ലേ, ഓരോ കമ്പിയും അതിൽ ഞാൻ പതുക്കെ വിടർത്തി വെച്ച് ആ ഒരു ഭാഗം വളച്ച് മുകളിലോട്ട് പിടിച്ച്, കാരണം ആ ഒരു താങ്ങ് ഉള്ളത് കണ്ടല്ലേ, വളച്ച് അതിലോട്ട് പിടിച്ച ഓരോ കമ്പിയും ഇതുപോലെ പിരുത്ത് വെച്ചിട്ടാണ് ഞാൻ ആ ചട്ടി അതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ വെച്ചത് കൊണ്ട് കണ്ടില്ലേ, അതിനുശേഷം മറ്റൊരു കമ്പി കൊണ്ട് ആ ഒരു ഓരോന്നും അതിൽ ഫിറ്റ് ചെയ്തിട്ടാണ് ചേർത്തൊരുമിച്ച് വെച്ചത്. അല്ലാതെ മൊത്തവും കൂടി ചെയ്ത് വെച്ചാൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചട്ടി വയ്ക്കുമ്പം സ്റ്റാൻഡെല്ലാം തറയെ വീണ് പോവും. പക്ഷേ ഇത് ഓരോന്നും കണ്ടില്ല, ആ ഒരു കമ്പി എടുത്ത് ആ ഒരു ഭാഗം അത്രയും വളച്ച് വെച്ച് ഇനി ഇത് 3 എണ്ണം, അതായത് അറേഞ്ച് ചെയ്യുന്ന 2 വിളക്ക് മുകളിലോട്ടും തൊട്ട് താഴെ 1 വിളക്കായിട്ടും ഇതുപോലെ നമുക്ക് 5 വിളക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കമ്പി ഇതിൻ്റെ ഇരട്ടി എടുക്കണമെന്നേ ഉള്ളൂ. ഒരു 70 കമ്പി ഉണ്ടെങ്കിൽ 5 ചട്ടി നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇതിപ്പോൾ കുഞ്ഞു വിളക്കായി കഴിഞ്ഞാൽ അതിപ്പോഴും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കത്തക്ക വിധത്തിൽ തന്നെ ആക്കി വെച്ചിട്ടുള്ളത്. കണ്ടില്ല, 3 ചട്ടിയും അതിൽ അറേഞ്ചായി. ഒന്നും ചെയ്തിട്ടില്ല, ഒട്ടിച്ചൊന്നും വെച്ചിട്ടില്ല. സിമ്പിളായിട്ട് ഈ ചട്ടി നമുക്ക് ഇളക്കുകയും ചെയ്യാം, അത് എടുത്ത് വെക്കുകയും ചെയ്യാം. അത് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതിൽ ഫുള്ളി ഒട്ടിച്ചല്ല വെച്ചിരിക്കുന്നത്, ഇളക്കിയും എടുത്തും വെക്കാം. ഇനി താഴോട്ടുള്ള ആ ഒരു കമ്പി, ഈ 3 കമ്പിയും കൂടി ആകുമ്പോൾ നല്ലൊരു ബലം ആ ഒരു സ്റ്റാൻഡിന് കിട്ടുന്നുണ്ട്. ഒരുമിച്ച് ചേർത്ത് വെച്ച് അവസാനമാണ് അതെല്ലാം കൂടി ചേർത്ത് വെച്ച് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡിന് നല്ല ബലത്തോടെ ഉള്ളൊരു സ്റ്റാൻഡായി കഴിഞ്ഞെന്നുള്ളതാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു സത്യത്തിൽ. ഇനി ആ ഒരു സ്റ്റാൻഡ് ആദ്യമേ ഞാനിത് ഒരു സോപ്പിലോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിലോ ഇത് കുത്തി നിർത്താം എന്നാണ് കരുതിയത്, തെർമോക്കോളിലും. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. ഈ ചുറ്റിയിരിക്കുന്ന കമ്പി തൊട്ട് താഴത്തെ ഭാഗങ്ങൾ ഞാൻ ഓരോന്നായിട്ട് ഇളക്കി അത് പിരുത്ത് വെച്ച്, അതുകൊണ്ടില്ല അത് ഇളക്കി അങ്ങനെ വെച്ചപ്പോൾ അത് വീഴുന്നുണ്ട്. പക്ഷേ അത് പിരുത്ത് വെച്ച് അതിനെ ബാലൻസ് ചെയ്ത് നിർത്തി. ഒരു കുഴപ്പമില്ല, ഇങ്ങോട്ട് വേണമെങ്കിലും മാറ്റാം, അതേ സെയിം ലെവലിൽ തന്നെ നിർത്തണം എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും വെയിറ്റ് ഉള്ള ഭാഗത്തോട്ട് ക്വിക്ക് ഫ്ലെക്സ് കാണാൻ വെച്ച് ഒട്ടിച്ച് വെച്ചാൽ അതിങ്ങനെ ഇരിക്കും. എനിക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ടൈറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഇങ്ങനെ ഇരുന്നോളൂ, ഒരു പേടിയും വേണ്ട. എന്നിട്ട് ചുറ്റും ആ ഒരു ഭാഗം റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞ് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. കണ്ടില്ല, ഇത് പിരുത്ത് വെച്ചപ്പോൾ അത് ബാലൻസ് ചെയ്ത് വെച്ചാൽ ചുറ്റും റൗണ്ടായിട്ടും കമ്പികൾ ഓരോന്നായിട്ടും പിരുത്ത് ബാലൻസ് ചെയ്ത് വെച്ച് ആ ഒരു ഡൈനിങ് ടേബിളിൽ ചേർത്ത് അമർത്തി വെച്ച് കഴിഞ്ഞ്, അപ്പോൾ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഈ ടേബിളിനോട് ചേർത്ത് വെച്ചപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ആയതിനു ശേഷം ഏറ്റവും മുകളാണ്ടില്ല 3ാമത്തെ ആ ഒരു ചട്ടി വെച്ച ഭാഗം തൊട്ട് ഇനി താഴെ വരെ നല്ല ടൈറ്റായിട്ട് ആ ഒരു കമ്പി ചുറ്റി വരിഞ്ഞ് കെട്ടിയെടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് ചുറ്റി വരിഞ്ഞ ഒരു പ്രശ്നമില്ലാണ്ടില്ല, നല്ല ഭംഗിയോടുകൂടി, ഇത്രയും പ്രതീക്ഷയില്ല, നല്ല ഭംഗിയോടുകൂടി ചട്ടി ഇളകി വീഴാത്ത വിധം തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റി. ചട്ടി എടുത്ത് മാറ്റിയിട്ടും ചെയ്യാമായിരുന്നു, പക്ഷേ ഒരു കുഴപ്പമില്ല. കാരണം ഈ ഒരു ചട്ടി അതിൽ ഓൾറെഡി നല്ല രീതിയിൽ ഫിറ്റായി ഇരിക്കുകയാണ്. അത് വെച്ച് നമ്മളിങ്ങനെ കുലുക്കുകയൊന്നും വേണ്ട, നല്ല ഫിറ്റായിട്ടിരിക്കുക. കാരണം 8 ആ കമ്പികളും അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അത് ഓരോന്നും നമ്മളിങ്ങനെ ഇളക്കി ബാലൻസ് ചെയ്ത് കൈ വെച്ചൊന്ന് അമർത്തി അത് പിടിച്ച് വെച്ചിരിക്കുകയാണ്. ചട്ടി നമുക്ക് പതുക്കനെ അത് ഇളക്കി മാറ്റുകയും ചെയ്യാം. ഇനി കണ്ടില്ല, ആ ഒരു 3 കമ്പിയും നല്ല രീതിയിൽ തന്നെ ഇറുക്കി തന്നെ ചുറ്റി വരഞ്ഞ് ഇനി താഴത്തെ എൻഡ് പോർഷൻ വരെ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് അത്രയും നല്ല രീതിയിൽ നമ്മൾ ഇനി ആ ഒരു താഴെ പിരിഞ്ഞിരിക്കുന്ന ഉണ്ടല്ലേ ഒരു സണ്ണിൻ്റെ കണക്ക് ഓരോ ലൈൻസുകളും എടുത്ത് പിരിഞ്ഞ് ഇനി ഇത് എങ്ങോട്ട് മാറ്റി വെച്ചാലും ഒരു പ്രശ്നമില്ല. കാരണം കറക്റ്റ് ലെവൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ താഴെ വെക്കാനുള്ളത് ആ പിരുത്ത് ഒരു ഡൈനിങ് ടേബിളിൽ ചേർത്ത് അമർത്തി വെച്ച്, ഏത് ടേബിളായാലും മതി, ചേർത്ത് പിരുത്തി വയ്ക്കുമ്പോൾ ആ കമ്പി അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അതുപോലെ വെച്ചാൽ അത് എവിടെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യാം.
ഇത് ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് തന്നെ. ഇനി ആ ഒരു ചട്ടിയിൽ കളർ ചെയ്ത് ഇതാണ് സ്റ്റാൻഡ്. ആ ഒരു താഴത്തെ ഭാഗം നല്ല രീതിയിൽ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി. ഇനി അതിൽ കുറച്ച് ഗ്യാപ്പായിട്ട് കിടക്കുന്ന ഭാഗമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കമ്പി 32 കമ്പി ആയിട്ടുള്ള വേണമെങ്കിൽ ഒരു 100 കമ്പിയോളം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നിരത്തി നല്ല ലെവലിന് തന്നെ ആ ഒരു കമ്പി പിരുത്ത് വെക്കാൻ പറ്റും. 70 കമ്പി ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ആകുന്നുണ്ടല്ലേ. നമുക്ക് എടുത്തതി വെച്ച് ഒന്ന് ചേർത്തൊന്ന് അമർത്തിയാൽ മാത്രം മതി, അത് ഫിറ്റായി കഴിഞ്ഞു ഓൾറെഡി. കണ്ടില്ലേ, സൂപ്പറായിട്ട്. ഇനി അതിലോട്ട് എണ്ണ ഒഴിച്ചാലും ഒന്നും അത് ഒരു കുഴപ്പമില്ല. ബാലൻസ് ഓൾറെഡി അത് ബാലൻസ് ചെയ്തിരുന്ന് കഴിഞ്ഞ് അതിൽ തിരിയിട്ട് വിളക്കും കത്തിച്ച് ലൈറ്റ് ഓഫാക്കിയും ലൈറ്റ് ഇട്ടപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ഇത് ദീപാവലിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, ചെയ്യാൻ പറ്റിയില്ല. വളരെ സന്തോഷം തോന്നുന്നുണ്ട്.